രണ്ട് ദിനവൃത്താന്തം അധ്യായം 10. രാജ്യം പിളരുന്നു. റഹോബോവാമിനെ രാജാവാക്കാൻ ഇസ്രായേൽ ജനം ഷെക്കമിൽ സമ്മേളിച്ചു. അവൻ അങ്ങോട്ട് ചെന്നു. നെബാത്തിൻ്റെ മകൻ ജെറോബോവാം ഇത് കേട്ട് ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നു. അവൻ സോളമൻ്റെ അടുത്ത് നിന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയതായിരുന്നു. അവർ അവനെ ആളയച്ചു വരുത്തി. ജെറോബോവാമും ഇസ്രായേൽ ജനവും റഹോബോവാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടി. ആ ഭാരിച്ച നുകവും കഠിനവേലയും ലഘൂകരിച്ച് തരുക. എന്നാൽ ഞങ്ങൾ അങ്ങയെ സേവിക്കാം. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുവിൻ, റഹോബോവാം അവരോട് പറഞ്ഞു. ജനം പിരിഞ്ഞുപോയി. അപ്പോൾ റഹോബോവാം രാജാവ് തൻ്റെ പിതാവായ സോളമൻ്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു, ഈ ജനത്തിന് എന്തുത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അങ്ങ് ഈ ജനത്തോട് നല്ല വാക്കു പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. എന്നാൽ പക്വമതികളായ അവരുടെ ഉപദേശം നിരസിച്ച് തന്നോടൊത്തു വളർന്ന പാർശ്വവർത്തികളായ ചെറുപ്പക്കാരോട് അവൻ ആലോചിച്ചു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ച നുകം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്തു മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവനോടൊത്തു വളർന്ന ആ ചെറുപ്പക്കാർ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടി. അങ്ങ് അത് കുറച്ചു തരണമെന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക, എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ്. അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു. ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചു. ഞാൻ മുൾച്ചാട്ട കൊണ്ട് അടിക്കും. 3-ാം ദിവസം വീണ്ടും വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതനുസരിച്ച് ജെറോബോവാമും ജനവും റഹോബോവാമിൻ്റെ അടുത്ത് വന്നു. രാജാവ് അവരോട് പരുഷമായി സംസാരിച്ചു. പ്രായമായവരുടെ ഉപദേശം ത്യജിച്ച് ചെറുപ്പക്കാരുടെ വാക്കുകേട്ട് റഹോബോവാം രാജാവ് അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചു. ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു. ഞാൻ മുൾച്ചാട്ട കൊണ്ട് അടിക്കും. രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിനോട് ഷീലോനിനായ അഹിയ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തത് നിറവേറ്റുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്ക് എന്തു ബന്ധം? ജസ്സയുടെ പുത്രനിൽ ഞങ്ങൾക്ക് എന്ത് അവകാശം? ഇസ്രായേലെ, കൂടാരങ്ങളിലേക്ക് മടങ്ങുക. ദാവീദേ, നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. ഇസ്രായേലിയർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. റഹോബോവാം യൂദാ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിയരെ ഭരിച്ചു. പിന്നീട് റഹോബോവാം അടിമകളുടെ മേൽനോട്ടക്കാരനായ ഹദോറാമിനെ ഇസ്രായേലിയരുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ അവർ അവനെ കല്ലെറിഞ്ഞ് കൊന്നു. റഹോബോവാം രാജാവ് തിടുക്കത്തിൽ തേരിൽ ജെറുസലേമിലേക്ക് പോയി. ഇസ്രായേലിയർ ഇന്നും ദാവീദിൻ്റെ ഭവനത്തോട് മത്സരത്തിലാണ്.